കൺട്രോൾ റൂമിൽ നിന്ന് തിരിച്ചെത്തിയ ഒറ്റക്കണ്ണൻ അഖിലയെ പറഞ്ഞു വിട്ടതിന് ശേഷം ചെമ്പനെ വിളിച്ചു വരുത്തി. ചെമ്പ, ജയപ്രകാശിനെ തകർക്കാനായി അയച്ചിരുന്ന പരശുരാമും കൊച്ചുസ്വാമിയും അപകടത്തിൽ ചെന്നു വീണു എന്നാണ് തോന്നുന്നത്. സന്ദേശമൊന്നും ലഭിക്കുന്നില്ല. സിഗ്നലുകൾ കിട്ടുന്നുണ്ട്. എങ്കിൽ അവർ പോലീസ് കസ്റ്റഡിയിലാണ്. സെക്കൻഡുകൾക്കുള്ളിൽ ആത്മഹത്യ ചെയ്യാനുള്ള മാരക വിഷം അവരുടെ വായ്ക്കുള്ളിൽ സൂക്ഷിച്ചിരിക്കുമ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. ഉടൻ തന്നെ നീ പോയി അന്വേഷിക്കണം. പൈലറ്റ് നല്ല ഉറക്കമാണ്. പെട്ടെന്ന് അവനെ വിളിച്ചുണർത്തൂ. ശബ്ദരഹിതമായി പറക്കുന്ന ഹെലികോപ്റ്റർ ഉടൻ തന്നെ ഗരുഡൻ മലയിൽ നിന്ന് ആകാശത്തേക്ക് ഉയർന്നു. ജയപ്രകാശും സൂസനും ആദ്യം താമസിച്ചിരുന്ന ഹോട്ടലിൽ അവർ എത്തി. മുറിയെടുത്തതിനു ശേഷം റൂം ബോയിയെ നയത്തിൽ വിളിച്ചു. എന്താ സർ? ചെമ്പൻ പോക്കറ്റിൽ നിന്ന് 100 രൂപയുടെ ഒരു നോട്ടെടുത്ത് റൂം ബോയുടെ കയ്യിൽ കൊടുത്തിട്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു. നല്ലൊരു പെണ്ണിനെ സംഘടിപ്പിച്ചു തരണം. കുറച്ചു ദിവസത്തേക്ക് നടക്കുകയില്ല സർ. അതെന്താ? കുറച്ചു ദിവസം മുമ്പ് ഈ ഹോട്ടലിൽ താമസിച്ചിരുന്ന CID 2 കള്ളന്മാരെ പിടികൂടിയതിനു ശേഷം എല്ലാവർക്കും പേടിയാണ്. എന്നിട്ട് കള്ളന്മാരുടെ 2 പേരും ആത്മഹത്യ ചെയ്തു. CID ഇപ്പോഴും താമസിക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നതെന്നും അറിഞ്ഞുകൂടെ? എങ്ങനെ അറിയാനാണ് സാറേ? അദ്ദേഹം ഇവിടെ താമസിച്ചിരുന്നപ്പോ ആർക്കും ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. ശരി, പണം താൻ വെച്ചോളൂ. ഞാൻ പുറത്തു പോയി ഒരാളെ സംഘടിപ്പിക്കാമെന്ന് നോക്കട്ടെ. ചെമ്മൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഒരു ടാക്സി പിടിച്ച് നഗരത്തിന് പുറത്തു കടന്നു. ഹെലികോപ്റ്ററിൽ കയറി വളരെ വേഗം ഗരുഡൻ മലയിലെത്തി. ഒറ്റക്കണ്ണനോട് വിവരങ്ങൾ പറഞ്ഞു. ബുദ്ധിമാനായ ഡിറ്റക്റ്റീവ് ജയപ്രകാശ് തന്റെ അനുയായികളിൽ നിന്ന് പിടിച്ചെടുത്ത വയർലെസ് യന്ത്രം ഉപയോഗിച്ച് ലക്ഷ്യം നേടാൻ ശ്രമിക്കുകയാണെന്ന് ഒറ്റക്കണ്ണൻ മനസ്സിലാക്കി. ഡിറ്റക്റ്റീവ് ജയപ്രകാശ് ബുദ്ധിശാലിയാണെങ്കിൽ താൻ അതിബുദ്ധിശാലിയാണെന്ന് ഒന്ന് തെളിയിച്ചു കാണിക്കണമെന്ന് ഒറ്റക്കണ്ണന് തോന്നി. അയാൾ പല്ലുകൾ ഞെരിച്ചമർത്തിക്കൊണ്ട് കൺട്രോൾ റൂമിൽ കയറി വയർലെസ്സിനുള്ള സിഗ്നൽ നൽകി. ഡിറ്റക്റ്റീവ് ജയപ്രകാശിന്റെ പക്കലുണ്ടായിരുന്ന ഒറ്റക്കണ്ണന്റെ വയർലെസ്സിൽ നിന്നും ബീപ് 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 എന്ന ശബ്ദമുയർന്നു. യെസ് ബോസ്, ജയപ്രകാശ് ശബ്ദം താഴ്ത്തി പറഞ്ഞു. എടാ, നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യുക? ജയപ്രകാശിനെ പിടിച്ചോ? ഇല്ല ബോസ്, ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മറ്റാരെയെങ്കിലും നിയോഗിച്ചു കൊള്ളാം. രണ്ടുപേരും നാളെ രാത്രി 12 മണിക്ക് മാരമൺ ഗ്രൗണ്ടിലെത്തുക. ഓവർ. മധ്യ കേരളത്തിലെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് മാരമൺ. പമ്പ നദിയുടെ വിശാലമായ മണൽത്തിട്ടയാണ് മാരമൺ ഗ്രൗണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിറ്റേ ദിവസം രാവിലെ ഡിറ്റക്റ്റീവ് ജയപ്രകാശും സൂസനും മാരമൺ ഗ്രൗണ്ടിന്റെ സമീപത്ത് എത്തി. പമ്പയാറിന് മധ്യപ്രദേശത്ത് അനേകം ഏക്കർ വിസ്തീർണത്തിൽ തെളിഞ്ഞു കിടക്കുന്ന പഞ്ചാര മണൽ വിരിച്ച പ്രകൃതിദത്തമായ ഗ്രൗണ്ട് അവർ കണ്ടു. വേനൽക്കാലമായിരുന്നതിനാൽ മണൽത്തിട്ടയിൽ പ്രവേശിക്കാൻ ഒരു കൊച്ചുകുട്ടിക്ക് പോലും കഴിയുമായിരുന്നില്ല. ആ പ്രദേശത്തെ പറ്റി നല്ലവണ്ണം മനസ്സിലാക്കിയിട്ട് അവർ പോയി. സന്ധ്യയായപ്പോൾ എതിരാളികളെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളോടെ അവർ തിരിച്ചെത്തി. രാത്രിയിലും കണ്ണുകൾക്ക് കാഴ്ച നൽകുന്ന ഇൻഫ്രാറെഡ് കണ്ണട ധരിച്ചുകൊണ്ട് ജയപ്രകാശ് ജാഗരൂകരായി നദിയിലേക്ക് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന വൃക്ഷത്തിലിരുന്നു. ഡിറ്റക്റ്റീവ് സൂസൻ തൊട്ടടുത്തുള്ള ഒരു വൃക്ഷക്കൊമ്പിൽ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. സമയം ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു. എതിരാളികളുടെ അംഗബലവും ആയുധശക്തിയും മനസ്സിലാക്കാതെയുള്ള ഏറ്റുമുട്ടലായതിനാൽ ഗറില്ല മോഡലിൽ ഒളിപ്പോര് കൊണ്ട് മാത്രമേ വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. തന്റെ അണികളിൽ പ്രധാനികളായ 2 കമാൻഡോകളെ തകർത്തിട്ട് വ്യാജ മെസ്സേജ് നൽകി കുരുക്കിൽ വീഴ്ത്താൻ ശ്രമിക്കുന്ന ഡിറ്റക്റ്റീവ് ജയപ്രകാശിനെ ഒരു പാഠം പഠിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഒറ്റക്കണ്ണൻ കരുക്കൾ നീക്കിയത്. എന്തു വില കൊടുത്തും ജയപ്രകാശിനെ വധിക്കണമെന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഗർഭവതിയാകാൻ കഴിവില്ലാത്തൊരു യുവതിയെയാണ് ഒറ്റക്കണ്ണൻ തന്റെ പദ്ധതിക്കായി തെരഞ്ഞെടുത്തത്. ശക്തിയേറിയ ബോംബുകൾ അവളുടെ ശരീരത്തിൽ ഘടിപ്പിച്ചു. ഏതൊരു പുരുഷൻ അവളെ കണ്ടാലും മോഹിക്കത്തക്ക രീതിയിൽ അണിയിച്ചൊരുക്കി. ജയപ്രകാശിന്റെ ഫോട്ടോ അവളെ കാണിച്ചിട്ട് ഒറ്റക്കണ്ണൻ അവളോട് പറഞ്ഞു. അയാൾ ഒരു പക്ഷേ വേഷപ്രച്ഛന്നനായിട്ടാവും വരിക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? യുവതി ചോദിച്ചു. മണൽപ്പുറത്ത് വെച്ച് ആരെ കണ്ടാലും രക്ഷിക്കണേ എന്ന് വിളിച്ചു പോയിക്കൊണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുക. അപ്പോൾ ദൂരെ ഇരുന്നു കൊണ്ട് ചെമ്പൻ അയാളെ വെടിവെച്ചുകൊള്ളും. റിമോട്ട് കൺട്രോൾ സ്വിച്ചിന്റെ സഹായത്തോടെ പൊട്ടിത്തെറിക്കുന്ന ശക്തിയേറിയ ബോംബുകൾ തന്റെ ശരീരത്തെ ഘടിപ്പിച്ചിട്ടുണ്ടെന്നുള്ള വിവരം മനസ്സിലാക്കാതെ യുവതി സമ്മതിച്ചു. തോക്ക് ഉപയോഗിക്കുന്നതിനുള്ള ചെമ്പന്റെ കൃത്യത മനസ്സിലാക്കിയിട്ടുള്ള യുവതി വെടിയുണ്ട തനിക്ക് ഏൽക്കുമെന്ന് ഭയപ്പെട്ടതേയില്ല. സന്ധ്യയായപ്പോൾ ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത സ്ഥലത്ത് യുവതിയെ എത്തിച്ചു. കൃത്യം 12 മണിയായപ്പോൾ യുവതി ഒളിച്ചിരിക്കുന്ന കുറ്റിക്കാട്ടിൽ നിന്നും എഴുന്നേറ്റു. അവൾ അരയറ്റം വെള്ളമുള്ള നദിയിലേക്ക് സാവധാനം ഇറങ്ങി. 20 അടി ദൂരം വെള്ളത്തിലൂടെ നടന്ന അവൾ മണൽത്തിട്ടയിലേക്ക് കയറി. ഒരു നിഴൽ മണൽത്തിട്ടയിലൂടെ ചലിക്കുന്നതായി ജയപ്രകാശ് കണ്ടു.
ക്രമേണ ആ നിഴൽ അടുത്തു വരുന്നതായി അദ്ദേഹം മനസ്സിലാക്കി. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ സുന്ദരിയായ ഒരു യുവതിയാണ് നടന്നു വരുന്നതെന്ന് മനസ്സിലാക്കി. ഇപ്പോൾ അവൾ മണൽത്തിട്ടയുടെ മധ്യഭാഗത്ത് എത്തിയിരിക്കുന്നു. അവൾ അവിടെ നിന്നുകൊണ്ട് 4 വശത്തേക്ക് നോക്കി. പാതിരാത്രി നേരത്ത് നദിയുടെ മധ്യഭാഗത്തുള്ള മണൽപ്പുറത്ത് എത്തിയ യുവതി തീർച്ചയായും ഒരു സാധാരണ യുവതിയായിരിക്കില്ലെന്ന് അദ്ദേഹം തീർച്ചപ്പെടുത്തി. ഏതെങ്കിലും യുവാവിനോടൊപ്പം രഹസ്യബന്ധത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവളാണെങ്കിൽ മറ്റാരും കാണാതിരിക്കാനായി ഈ സ്ഥലത്ത് വരേണ്ട യാതൊരു ആവശ്യവുമില്ല. തൊട്ടടുത്ത വൃക്ഷക്കൊമ്പിൽ പതിയിരിക്കുന്ന ഡിറ്റക്റ്റീവ് സൂസന് ജയപ്രകാശ് നിർദ്ദേശങ്ങൾ നൽകി. സൂസനും ആ യുവതിയുടെ ഓരോ ചലനങ്ങളും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. യുവതി മണൽപ്പുറത്തുകൂടി വെറുതെ ഉലാത്താൻ തുടങ്ങി. മങ്ങിയ നാട്ടുവെളിച്ചത്തിൽ ഇൻഫ്രാറെഡ് കണ്ണടയുടെ സഹായമില്ലാതെയും അവളെ കാണാൻ കഴിയുമായിരുന്നു. എന്തു ചെയ്യണമെന്ന് ജയപ്രകാശ് സൂസനും ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വെള്ളത്തിൽ എന്തോ വീഴുന്നതിന്റെ ശബ്ദം കേട്ടു തുടങ്ങിയത്. ശബ്ദം അടുത്തു വരികയാണെന്ന് മനസ്സിലായപ്പോൾ ജയപ്രകാശ് വൃക്ഷങ്ങളുടെ നിഴൽ വീണ് കിടക്കുന്ന ഒഴുക്കുള്ള ഭാഗത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ശക്തി കുറഞ്ഞ ഒഴുക്കിനെതിരെ ഒരു വള്ളം കയറി വരികയാണെന്ന് മനസ്സിലായി. വലിയ വള്ളത്തിന്റെ മുമ്പിലും പിന്നിലും 2 തുഴക്കാരുണ്ടായിരുന്നു. ജയപ്രകാശ് കയറിയിരിക്കുന്ന വൃക്ഷത്തിന്റെ താഴെ വള്ളമെത്തി. വള്ളത്തിലെത്തിയവർ എതിരാളികളാണെന്ന് സൂസനും ജയപ്രകാശും കണക്കുകൂട്ടി. ഏതു നിമിഷവും വെടിവെക്കാൻ തയ്യാറായി യന്ത്രത്തോക്കിന്റെ ട്രിഗറിൽ വിരൽ തൊടിയിച്ചുകൊണ്ട് അവർ ഇരുന്നു. വള്ളം അവിടെ നിർത്തി. മുമ്പിൽ തുഴഞ്ഞുകൊണ്ട് നിന്ന് അയാൾ താഴെ ഇറങ്ങി. ഇറങ്ങളിയ, കുറെ നേരം വിശ്രമിച്ചിട്ട് പോകാം. വേണ്ടട പോവേ, ഇനി കുറച്ചു ദൂരമല്ലേ ഉള്ളൂ. സാരമില്ല. അയാൾ മണൽപ്പുറത്തേക്ക് കയറി. പിന്നിൽ തുഴഞ്ഞുകൊണ്ട് നിന്നയാൾ കഴുക്കോൽ കുത്തിയിട്ട് ഇറങ്ങി. പെട്ടെന്ന് മണൽപ്പുറത്ത് നിൽക്കുന്ന രൂപം അയാൾ കണ്ടു. അളിയാ, പിശാചാണോടെ ആ നിൽക്കുന്നത്? എവിടെ? ദേ, അയാൾ വിരൽ ചൂണ്ടി. ഏ, നേരാണല്ലോ. നീ ടോർച്ചിങ് എടുത്തേ. പെട്ടെന്ന് 5 ബാറ്ററിയുടെ ടോർച്ച് വള്ളത്തിൽ നിന്നും എടുത്തു. രൂപത്തിന് നേരെ ടോർച്ച് തെളിയിച്ചു. ഏ? രണ്ടുപേരും ഒരുപോലെ നടുങ്ങി. പാതിരാത്രി കഴിഞ്ഞ നേരത്ത് സുന്ദരിയായ ഒരു യുവതി മണൽപ്പുറത്ത് നിൽക്കുന്നു. അളിയാ, യക്ഷിയാണവൾ. ഓടാ. കൂട്ടുകാരൻ വേഗം വെള്ളത്തിൽ നിന്നും പിച്ചാത്തിയെടുത്തു. ആരാ? ഉറച്ച ശബ്ദത്തിൽ അയാൾ ചോദിച്ചു. അയ്യോ, രക്ഷിക്കണേ! യുവതി അവിടെ നേർക്ക് പാഞ്ഞെടുത്തു. ടോർച്ചിന്റെ പ്രകാശത്തിൽ സുന്ദരിയായ യുവതിയെ അവർ ഒന്നുകൂടി വ്യക്തമായി കണ്ടു. എന്തു പറ്റി? അവരിൽ ഒരാൾ അവളുടെ അടുത്തേക്ക് കുതിച്ചു. യുവതി ഒന്നും പറയാതെ ഓടിച്ചെന്ന് അയാളെ ആലിംഗനം ചെയ്തു. ഈ രംഗം കണ്ടുകൊണ്ട് കുറെ ദൂരെ ഇരിക്കുകയായിരുന്ന ചെമ്പൻ റിമോട്ട് കൺട്രോളിൽ വിരലമർത്തി. അടുത്ത നിമിഷം കണ്ണഞ്ചിക്കുന്ന പ്രകാശവും കാതടിപ്പിക്കുന്ന സ്ഫോടനവും അവിടെ ഉണ്ടായി. പെൺകുട്ടിയെ കണ്ടുകൊണ്ട് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ സംഭവിക്കാമായിരുന്ന അപകടം നേരിൽ കാണാനിടയായ ജയപ്രകാശും സൂസനും നടുങ്ങിപ്പോയി. ഹൈറേഞ്ചിൽ മലയോര ഗ്രാമത്തിലുള്ള ദേവാലയത്തിന്റെ വിശാലമായ മൈതാനത്ത് ചിന്നിച്ചിതറി വീണ വിജയരാജനെ പറ്റി പോലീസ് സൂപ്രണ്ട് സോമശേഖരൻ പറഞ്ഞ വാക്കുകൾ ജയപ്രകാശിന്റെ സ്മൃതിപഥത്തിൽ ഓടിയെത്തി. നൂതനമായ സാങ്കേതിക വിദ്യകൾ കൈവശമുള്ള ശക്തരായ എതിരാളികളോടാണ് താൻ ഏറ്റുമുട്ടേണ്ടതെന്ന് ഒരു നടുക്കത്തോടെ ജയപ്രകാശ് മനസ്സിലാക്കി. വള്ളത്തിൽ എത്തിയവരിൽ ഒരാളെ യുവതി ആലിംഗനം ചെയ്ത നിമിഷം തന്നെ അവൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. വിജയരാജനുണ്ടായ അനുഭവവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ യുവതി ഗൂഢസംഘത്തിലെ ചാവരപ്പടയിലെ അംഗമായിരിക്കാൻ സാധ്യതയില്ല. മറ്റൊരു സ്ഥലത്തിരുന്നു കൊണ്ടാണ് ബോംബ് പൊട്ടിച്ചതെന്ന് വ്യക്തം. മറ്റൊരു സത്യം കൂടി ഡിറ്റക്റ്റീവ് ജയപ്രകാശ് സൂസനും മനസ്സിലാക്കി. ദൗത്യമായി പുറപ്പെട്ട യുവാക്കളെ തകർക്കാൻ ഗൂഢസംഘം തീരുമാനിച്ചിരുന്നു. അല്ലെങ്കിൽ വയർലെസ്സിലൂടെ മെസ്സേജ് നൽകിക്കൊണ്ടിരുന്നത് അവർ അല്ലായിരുന്നുവെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. കൂടുതൽ ചിന്തിച്ചപ്പോൾ ദൗത്യമായി പുറപ്പെട്ടവരെ ഉദ്ദേശിച്ചല്ല ബോംബ് സ്ഫോടനം നടത്തിയതെന്ന് അദ്ദേഹം തീരുമാനിച്ചു. സ്ഫോടനം നടന്ന സ്ഥലത്തേക്ക് പോകാൻ ജയപ്രകാശിനും സൂസനും ഭയം തോന്നി. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഇരുവശത്തു നിന്നും വെളിച്ചവുമായി ആളുകൾ നദിക്കരയിലെത്തി. ആരോ ഫോൺ ചെയ്തതിനനുസരിച്ച് പോലീസുകാരും പാഞ്ഞെത്തി. മണൽത്തിട്ടയിലേക്ക് ആളുകൾ ഒഴുകിയെത്തി. ജയപ്രകാശും സൂസനും സംഭവ സ്ഥലത്തേക്ക് പോകാതെ സ്ഥലം വിട്ടുകളഞ്ഞു. ഹോട്ടലിൽ തിരിച്ചെത്തിയ അവർ മറ്റൊരു പദ്ധതിയെപ്പറ്റി ആലോചിക്കാൻ തുടങ്ങി. ഡിറ്റക്റ്റീവ് ജയപ്രകാശിനെ അനേകം മാംസകഷ്ണങ്ങളായി ചിന്നിച്ചിതറിച്ച സന്തോഷത്തോടെയാണ് ചെമ്പൻ ഗരുഡമലയിലേക്ക് തിരിച്ചെത്തിയത്. ഒറ്റക്കണ്ണിന്റെ മുമ്പിൽ അവൻ നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് പറഞ്ഞു, പ്രസവിക്കാൻ കഴിയില്ലാത്ത യുവതികളെ ഇനി നമുക്ക് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. ശരി, റോസിനും ഡഗ്ലസും പരശുരാമും കൊച്ചുസ്വാമിയും നഷ്ടപ്പെട്ടു കഴിഞ്ഞ സ്ഥിതിക്ക് നിനക്ക് കൂടുതൽ അധികാരങ്ങൾ ഞാൻ നൽകുകയാണ്. ചെമ്പൻ പ്രതീക്ഷിച്ചതും അതായിരുന്നു. അവന്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. അപ്പോൾ ഒറ്റക്കണ്ണൻ തുടർന്നു. ഡിറ്റക്റ്റീവ് ജയപ്രകാശ് കൊല്ലപ്പെട്ട സ്ഥിതിക്ക് പോലീസ് വകുപ്പ് അടങ്ങിയിരിക്കുകയില്ല. ഗരുഡൻ മലയിലേക്ക് ആരും പ്രവേശിക്കുകയില്ല ബോസ്. ചെമ്പൻ ജീവിച്ചിരിക്കുമ്പോ ഒരു ഈച്ച പോലും ഗരുഡമലയ്ക്ക് കുറുകെ പറക്കുകയില്ല. അത് മതി.
സുരക്ഷിതത്വ ചുമതല പരിപൂർണമായി നിനക്കാണ്. ഞാൻ ഏറ്റു. മുയലിനെ പോലെ അമിതമായ ലൈംഗികാസക്തിയുള്ള ഒരു 30-കാരനായിരുന്നു ചെമ്പൻ. ഇനി തനിക്ക് യഥേഷ്ടം ഇഷ്ടപ്പെട്ട യുവതികളോടൊപ്പം രാത്രികാലങ്ങളിൽ സല്ലപിക്കാമെന്നോർത്തപ്പോൾ അവന് തുള്ളിച്ചാടണമെന്ന് തോന്നി. ഒറ്റക്കണ്ണൻ ക്യാബിനിൽ നിന്നും ഇറങ്ങി. അവൻ ഗർഭിണികളായ യുവതികളെ താമസിച്ചിരിക്കുന്ന മുറികളിലെത്തി. നഴ്സുമാരുടെയും ഗർഭവതികളാകാത്ത യുവതികളുടെയും ഇടയിലൂടെ മെഡിക്കൽ സൂപ്രണ്ടിന്റെ ഗമയിൽ അവൻ നടന്നു. പലപ്പോഴും കൊതിച്ചിട്ടും കയ്യിൽ കിട്ടാതെ വഴുതിപ്പോയ ലിൻസിയെ അവൻ തറപ്പിച്ചു നോക്കി. ചെമ്പന്റെ നോട്ടത്തിന്റെ അർത്ഥം ലിൻസിക്ക് മനസ്സിലായി. നീ ഇന്ന് വൈകിട്ട് എന്നെ വന്ന് കാണണം, ചെമ്പൻ അധികാര ശബ്ദത്തിൽ പറഞ്ഞു. എന്താ? ഇവിടെ എല്ലാവർക്കും സർവ്വ സ്വാതന്ത്ര്യമുണ്ടെന്നുള്ള വിവരം നിനക്കറിയാമോ? അറിയാം, എനിക്കും ആ സ്വാതന്ത്ര്യമുണ്ടല്ലോ. ഉണ്ട്, എന്നാൽ ഞാൻ ഇതുവരെ നിന്നോടൊപ്പം ചിലവഴിച്ചിട്ടില്ല. ചെമ്പൻ അവളുടെ മറുപടിക്കായി കാത്തു നിൽക്കാതെ അവിടെ നിന്നും ഇറങ്ങി. താൻ പറയുന്നത് അനുസരിക്കാതിരിക്കുകയാണെങ്കിൽ ലിൻസി ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ചെമ്പൻ തീരുമാനിച്ചു. ലിൻസി യഥാർത്ഥത്തിൽ ഇവിടെ ആവശ്യമില്ലെന്ന് അവൻ ഓർമ്മിച്ചു. ഗർഭവതിയാകാൻ കഴിയാത്ത യുവതികളെ വെടിവെച്ച് കൊല്ലാനായിരുന്നു ബോസിന്റെ നിർദ്ദേശം. ശാരീരികമായ ആവശ്യങ്ങൾക്കായി താനാണ് തൽക്കാലം അവരെ കൊല്ലേണ്ടെന്നുള്ള നിർദ്ദേശം കൊടുത്തത്. അതിനും ലിൻസിയെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ വെറുതെ എന്തിന് ഇവളെ സംരക്ഷിക്കണം? ചെമ്പൻ പല്ലുകൾ ഞെരിച്ചു. അവൾ മാത്രം എന്തുകൊണ്ടാണ് പ്രത്യേക രീതിയിൽ പെരുമാറുന്നത്? ആലോചനയിൽ മുഴുകി ചെമ്പൻ തന്റെ ക്യാബിനിൽ കിടന്നു. പെട്ടെന്ന് ഗരുഡൻ മലയ്ക്ക് കാവൽ നിന്നിരുവനിൽ ഒരാൾ ക്യാബിനിൽ പാഞ്ഞെത്തി. ചെമ്പ, എഴുന്നേൽക്ക്. എന്തുപറ്റി? പുറത്ത് ഒരാന ചിഹ്നം വിളിക്കുന്നു. ആനക്കൂട്ടങ്ങൾ എത്തിയതായിരിക്കുമെന്ന് വിചാരിച്ച് ചെമ്പൻ യന്ത്രത്തോക്കുമായി പുറത്തേക്ക് കുതിച്ചു. ശക്തിയേറിയ ടോർച്ച് തെളിച്ച് അവർ മലയുടെ കിഴക്കേ ചെരുവിലേക്ക് നോക്കി. അവിടെ കണ്ട ദൃശ്യം അവരെ നടുക്കി കളഞ്ഞു. ഒരു കൊമ്പൻ ആനയുടെ തുമ്പിക്കൈയിൽ ബോധരഹിതയായ യുവതി. തുമ്പിക്കൈ മേൽപോട്ട് ഉയർത്തി ആന ഉറക്കെ ചിഹ്നം വിളിച്ച് യുവതിയെ താഴെയിട്ടു. കുറ്റിക്കാടുകൾ ഇളക്കിക്കൊണ്ട് അവൻ പെട്ടെന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്തു. ചെമ്പനും കൂട്ടുകാരും വേഗം മലയിറങ്ങി താഴെയെത്തി. അവൻ യുവതിയെ പരിശോധിച്ചു നോക്കി. അവൾക്ക് ജീവനുണ്ടായിരുന്നു. ചെമ്പൻ അവളെ ചുമലിൽ കിടത്തി. മലയേറി സങ്കേതത്തിലെത്തി. ഡോക്ടർ അക്വിലയും അമലയും അവളെ പരിശോധിച്ചു. ബോധം തിരികെ കിട്ടാനുള്ള ഇഞ്ചക്ഷനുകൾ നൽകി. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ യുവതിക്ക് ബോധം തിരികെ കിട്ടി. ഞാൻ എവിടെയാണ്? തനിക്ക് ചുറ്റും നിൽക്കുന്നവരെ പകച്ചു നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. ഭയപ്പെടേണ്ട. പെട്ടെന്ന് അവൾ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. എന്നെ കൊല്ലരുത്, പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത്. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞില്ലേ? ഇത് ആശുപത്രിയാണ്, ഡോക്ടർ അമല പറഞ്ഞു. ആശുപത്രിയാണോ? അവൾ ആശ്വാസത്തോട് ചോദിച്ചു. അതെ. ആ പോലീസുകാർ എവിടെ? പോലീസുകാരോ? ചെമ്പൻ ജിജ്ഞാസയോട് ചോദിച്ചു. അതെ, അവരെവിടെ? നീ എങ്ങനെയാണ് ആനയുടെ വായിൽ ചെന്ന് വീണത്? ആന എന്നെ ഒന്നും ചെയ്തില്ലേ? അവൾ എഴുന്നേറ്റ് തന്റെ ശരീരം പരിശോധിച്ച് മുറിവുകളൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് ചോദിച്ചു. എന്നെ ആരാണ് ആശുപത്രിയിൽ എത്തിച്ചത്? അതൊക്കെ പിന്നീട് പറയാം. പോലീസുകാരുടെ കാര്യം പറഞ്ഞല്ലോ, ഒന്നുകൂടി വിശദീകരിച്ച് പറയൂ. നീ എങ്ങനെയാണ് കാട്ടിലെത്തിയത്? മറുപടി പറയാതെ അവൾ ചെമ്പന്റെ മുഖത്തേക്ക് ഭയത്തോടെ നോക്കി. പറയൂ കുട്ടി. എന്റെ കൂട്ടുകാരി ആ പോലീസുകാർക്ക് ഒന്നു കാണും. കൂട്ടുകാരി? അതെ, അവളെ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോകുന്ന കണ്ട് ഭയപ്പെട്ട് ഓടിയ ഞാൻ ആനയുടെ മുന്നിൽ പെട്ടു. ആന എന്നെ തുമ്പിക്കൈയിൽ കോരിയെടുത്തത് മാത്രം ഓർമ്മയുണ്ട്. എവിടെ വെച്ചായിരുന്നു സംഭവം? കാടിന്റെ തെക്കേ അറ്റത്തോടുകൂടി അരുവി ഒഴുകുന്ന ഭാഗത്ത്. നീ എന്തിനാണ് അവിടെ എത്തിയത്? ഞാനും കൂട്ടുകാരിയും വിറക് കുടിക്കാൻ വന്നതാ. എന്നിട്ട് കുറെ ഉള്ളിലേക്ക് കയറിയപ്പോ 10 പോലീസുകാർ നിൽക്കുന്നത് കണ്ടു. അവരിൽ ഒരാൾ എന്റെ കൂട്ടുകാരിയെ കടന്നു പിടിച്ചു. ഞാൻ ജീവനം കൊണ്ട് ഓടി ചെന്ന് പെട്ടത് ആനയുടെ മുമ്പിൽ. വില കുറഞ്ഞ സാരിയും പുള്ളി ബ്ലൗസും ധരിച്ചിരുന്ന അവളുടെ കാതുകളിൽ ഇമിറ്റേഷൻ കമ്മലും കഴുത്തിൽ പളുങ്കുമാലയും കൈകളിൽ കുപ്പിവളകളും ഉണ്ടായിരുന്നു. അതിസുന്ദരിയായ അവൾക്ക് 22 വയസ്സിന്മേൽ പ്രായം തോന്നിക്കില്ലായിരുന്നു. ചെമ്പൻ അവളെ വിളിച്ച് തന്റെ ക്യാബിനിൽ കയറ്റി വിശദമായി കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് പറഞ്ഞു. നീ വിഷമിക്കണ്ട, കൂട്ടുകാരിയെ മോചിപ്പിക്കാം. പോലീസുകാർ അവളെ കൊന്നു കാണും സാറേ. അവർ അവളെ കൊല്ലുകയില്ല. നീ എന്റെ കൂടെ വരൂ. ചെമ്പൻ അവളെ ഒറ്റക്കണ്ണന്റെ മുമ്പിൽ ഹാജരാക്കി. ഒറ്റക്കണ്ണനെ കണ്ടയുടൻ യുവതി ഭയന്ന് നിലവിളിച്ചു പോയി. അയാൾ ഒരു മനുഷ്യനാണെന്ന് ബോധ്യപ്പെടാൻ അവൾക്ക് വളരെ സമയം വേണ്ടി വന്നു. ഒറ്റക്കണ്ണൻ അവളോട് സംസാരിച്ചു. പോലീസുകാർ നിൽക്കുന്ന സ്ഥാനം അയാൾ വിശദമായി ചോദിച്ചു മനസ്സിലാക്കി. അവളെ അക്വിലയെ വിളിച്ചേൽപ്പിച്ചതിനു ശേഷം ഒറ്റക്കണ്ണൻ ചെമ്പനോട് പറഞ്ഞു. പോലീസുകാർ വീണ്ടും ഗരുഡമല ലക്ഷ്യമാക്കി തിരിക്കുകയാണ്. അവരെ നമുക്ക് ഇടയ്ക്ക് വെച്ച് തന്നെ തുരത്തണം. ജയപ്രകാശിനെ തകർക്കാൻ പ്രയോഗിച്ച തന്ത്രം തന്നെ മതി
ലിൻസിയെ തയ്യാറാക്കാൻ. നിർദ്ദേശം നൽകട്ടെ? വേഗം വേണം. ചെമ്പന് സന്തോഷമായി. അവൻ ഡോക്ടർ പാർക്കിൻസിന്റെ അടുത്ത് പാഞ്ഞെത്തി. ഉടൻ തന്നെ ലിൻസിയുടെ ശരീരത്ത് ഡോക്ടർ പാർക്കിൻസും അമലയും ചേർന്ന് ശക്തിയേറിയ ബോംബ് ഘടിപ്പിക്കാൻ തുടങ്ങി. റോസ്ലിൻ ആത്മരക്ഷാസ്ത്രം ആത്മഹത്യ ചെയ്തതിനു ശേഷം ഡോക്ടർ അക്വിലിക്കായിരുന്നു പെൺകുട്ടികളുടെ ബ്രെയിൻ വാഷിങ്ങിന്റെ ചുമതല. അക്വിലി തന്റെ മുറിയിൽ വെച്ച് പുതിയ യുവതി നേരിട്ട അപകടത്തെപ്പറ്റി വിശദമായി ചോദിച്ചു. മനഃശാസ്ത്രജ്ഞ കൂടിയായ ഡോക്ടർ അക്വിലി വളരെ വേഗം ഒരു നഗ്ന സത്യം മനസ്സിലാക്കി. തന്റെ മുമ്പിൽ ഇരിക്കുന്ന യുവതി പറയുന്നത് മുഴുവൻ കളവാണെന്ന് മാത്രമല്ല, ഇവൾ ഒരു സാധാരണ യുവതിയുമല്ല. പിന്നെ ഇവൾ ആരാണ്? യുവതിയുടെ മനസ്സിന്റെ ഉള്ളറകളിലേക്ക് ഊളിയിട്ടിറങ്ങാൻ ഡോക്ടർ അക്വിലി തീരുമാനിച്ചു. താൻ ആരാണെന്ന് സ്വയം വെളിപ്പെടുത്തണമെന്ന് ഡിറ്റക്റ്റീവ് സൂസന് തോന്നിയെങ്കിലും അപകടം എവിടെയാണ് പതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ ധൃതി കാണിക്കുന്നത് അബദ്ധമാണെന്ന് തോന്നി. ഡോക്ടർ അക്വിലിയെ ഡിറ്റക്റ്റീവ് സൂസൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഡോക്ടർ അക്വിലി ഗൂഢസംഘത്തിന് വിധേയപ്പെട്ടു കഴിഞ്ഞു എന്ന് മനസ്സിലായിട്ടില്ല. അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള ഗൂഢസംഘത്തിന്റെ ചുവരുകൾക്ക് പോലും കണ്ണുകളും കാതുകളും ഉണ്ടായിരിക്കുമെന്ന് ഊഹിച്ചുകൊണ്ട് ഡോക്ടർ അക്വിലിയുടെ മുഖത്തേക്ക് മിഴിച്ചു നോക്കി. പറയൂ, ഇതിനുള്ളിൽ രഹസ്യങ്ങളൊന്നുമില്ല. എന്ത് തുറന്നു പറയാം? ഡിറ്റക്റ്റീവ് സൂസന് സംസാരിക്കാനുള്ള പഴുത് ഡോക്ടർ ഉണ്ടാക്കി കൊടുത്തു. ഡിറ്റക്റ്റീവ് സൂസൻ മറുപടിയൊന്നും പറയാതെ സാവധാനം എഴുന്നേറ്റ് ചുവരുകളിൽ സൂക്ഷ്മ നിരീക്ഷണം നടത്താൻ തുടങ്ങി. എന്താണ് നോക്കുന്നത്? ഒന്നുമില്ല. ഡോക്ടറുടെ പേന എടുത്ത് ഡിറ്റക്റ്റീവ് സൂസൻ കടലാസിലെഴുതി. നിങ്ങൾ ഡോക്ടർ അക്വിലി തന്നെയല്ലേ? സൂസൻ എഴുതിയ വാക്കുകൾ ഡോക്ടർ അക്വിലിയുടെ രക്തചംക്രമണം പോലും ഒരു നിമിഷ നേരത്തേക്ക് സ്തംഭിപ്പിച്ചു കളഞ്ഞു. അവൾ യുവതിയെ അത്ഭുതം നിറഞ്ഞ കണ്ണുകളെ നോക്കിക്കൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, അതെ, ഞാൻ ഡോക്ടർ അക്വിലി തന്നെ. അക്വിലി അവളെ ആരാധനാഭാവത്തോടെ നോക്കി. യുവതി പുഞ്ചിരിച്ചു. നിങ്ങൾ ആരാണെന്ന് വ്യക്തമായി പറയൂ. എന്നെ രക്ഷപ്പെടുത്താനായി എത്തിയതാണോ? എങ്ങനെ എന്നെ തിരിച്ചറിഞ്ഞു? ഡോക്ടർ അക്വിലി ആവേശത്തോട് ചോദിച്ചു. ഞാൻ ഡോക്ടറെ അന്വേഷിച്ചു വന്നതാണ്, ഡിറ്റക്റ്റീവ് സൂസൻ വളരെ പതുക്കെ പറഞ്ഞു. അക്വിലിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നു. അടുത്ത നിമിഷം കണ്ണുകളിലെ ചൈതന്യം നഷ്ടപ്പെടുകയും മുത്തുമണികൾ അടർന്നു വീഴാൻ തുടങ്ങുകയും ചെയ്തു. കണ്ണുകൾ തുടച്ചിട്ട് അക്വിലി പറഞ്ഞു, ഇവിടെ നിന്നും രക്ഷപ്പെടുക എന്നത് മനസ്സിന്റെ ആഗ്രഹം മാത്രമാണ്. ഈ സങ്കേതത്തിന് പുറത്തു കടക്കാൻ ആർക്കും കഴിയുകയില്ല. ഇതിനുള്ളിൽ എന്താണ് നടക്കുന്നത്? വികൃത മനുഷ്യരെ സൃഷ്ടിക്കുകയാണ്. ആ ഒറ്റക്കണ്ണൻ ആരുടെ സൃഷ്ടിയാണ്? വിദേശ നിർമ്മിതമായ ഒരു മാസ്ക് ആണ് അയാൾക്ക് വികൃത രൂപം നൽകിയിരിക്കുന്നത്. അത്തരം മാസ്കുകൾ നിർമ്മിക്കുകയാണോ? അല്ല, ഭ്രൂണത്തിൽ വെച്ച് തന്നെ ശിശുവിന് ഓപ്പറേഷൻ നടത്തി വികൃത രൂപം സൃഷ്ടിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നെ കൂടാതെ 2 ഡോക്ടർമാർ കൂടി ഇവിടെ ഉണ്ട്. ഈ ശിശുക്കൾ ഇവിടെ വളരുന്നുണ്ടോ? ഇതുവരെ പ്രസവിച്ചിട്ടില്ല. 4-5 മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ 10 കുട്ടികൾ ജനിക്കും. 10 കുട്ടികൾ? അത്ഭുതത്തോടെ സൂസൻ ചോദിച്ചു. അതെ, ധാരാളം യുവതികൾ ഇതിനുള്ളിലുണ്ട്. ശബ്ദമില്ലാതെ പറക്കുന്ന ഹെലികോപ്റ്ററുകളിലാണ് യുവതികളെ തട്ടിക്കൊണ്ടുവരുന്നത്. ഡോക്ടർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നില്ലേ? ഈ നിമിഷം ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സത്യം പറയുകയാണോ? അതെ, എങ്കിൽ എല്ലാവർക്കും രക്ഷപ്പെടാൻ കഴിയും. ഞാൻ ആരാണെന്ന് ഡോക്ടർ അല്ലാതെ മറ്റാരും അറിയാൻ പാടില്ല. നിങ്ങൾ ആരാണെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഇനിയും ഞാൻ പറയണോ? ഒരു ഡിറ്റക്റ്റീവ് ഉദ്യോഗസ്ഥയാണ് ഞാൻ. എന്ത്? അതെ, എന്നെ വിശ്വസിക്കൂ. ഇവിടെ നിന്ന് നിങ്ങളെ മുഴുവൻ രക്ഷപ്പെടുത്താനായി ജീവനെ പോലും പണയം വെച്ചുകൊണ്ടാണ് ഞാൻ ഇതിനുള്ളിൽ കയറിയിരിക്കുന്നത്. ഇനി ഡോക്ടറാണ് പ്രവർത്തിക്കേണ്ടത്. ഞാൻ എന്തു ചെയ്യണം? ഇതിനുള്ളിലെ രഹസ്യങ്ങൾ മാത്രം പറഞ്ഞു തന്നാൽ മതി. എന്റെ ജീവൻ വേണമെങ്കിലും ഞാൻ ബലി കഴിക്കാൻ തയ്യാറാണ്. സർക്കിൾ ഇൻസ്പെക്ടർ പരമേശ്വരന്റെ മകൾ വരെ ഇതിനുള്ളിലുണ്ട്. അത്ഭുത ശിശുവിനെയും പേറി ജീവച്ചവം പോലെ ജീവിക്കുന്നു. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പുറത്ത് കാൽപ്പെരുമാറ്റം കേട്ടു. ഡിറ്റക്റ്റീവ് സൂസനോട് മലർന്നു കിടന്നുകൊള്ളാൻ പറഞ്ഞിട്ട് പൾസ് പരിശോധിക്കുന്നതായി അഭിനയിച്ചുകൊണ്ട് ഡോക്ടർ ഇരുന്നു. പെട്ടെന്ന് ചെമ്പൻ വാതിലിലൂടെ പ്രത്യക്ഷപ്പെട്ടു. ഡോക്ടറെ ബോസ് വിളിക്കുന്നു. ഡോക്ടർ അക്വിലി എഴുന്നേറ്റ് വേഗം നടന്നുപോയി. ചെമ്പൻ കള്ളച്ചിരിയോടെ സൂസന് സമീപം പോയി ഇരുന്നു കൊണ്ട് ചോദിച്ചു, ഭയമെല്ലാം മാറിയോ? അവൾ തല കുലുക്കി. അയാൾ അവളുടെ മുഖത്ത് സാവധാനം വിരലുകൾ ഓടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ പുഷ്പത്തെ കാട്ടാന ചവിട്ടി ഞെരിച്ചിരുന്നെങ്കിൽ അതൊരു തീരാ നഷ്ടമായി തീരുമായിരുന്നു. അവൾ വെറുതെ ചിരിച്ചു. അപ്പോൾ അവന്റെ വിരലുകൾ അവളുടെ കഴുത്തിലൂടെ തേരട്ടയെ പോലെ ഇഴഞ്ഞ് സ്തനങ്ങൾക്ക് മുകളിലെത്തി. കൈ പിടിച്ചു മാറ്റാതെ സൂസൻ ക്രൂരതയും കാമാസക്തിയും നിഴലിക്കുന്ന അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്താ ഇങ്ങനെ നോക്കുന്നത്? അവൻ ചോദിച്ചു. വെറുതെ. നിങ്ങൾ തക്ക സമയത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ കാട്ടാൻ എന്നെ കൊല്ലുമായിരുന്നു.
അതിന് സമ്മാനമായി എനിക്ക് എന്തു തരും? എന്താണ് വേണ്ടത്? മറുപടി പറയാതെ ചെമ്പൻ അവളുടെ മുഖത്ത് തലോടിക്കൊണ്ടിരുന്നു. അരുത്, ഇപ്പൊ എന്നെ ഒന്നും ചെയ്യരുത്. ഇങ്ങനെയാണോ ജീവൻ രക്ഷിച്ചവളോടുള്ള സ്നേഹം കാണിക്കുന്നത്? സ്നേഹം ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ. എന്നിട്ടാണോ നീ എന്റെ കൈ തട്ടി മാറ്റിയത്? ഇപ്പോൾ എന്നെ ഒന്നും ചെയ്യരുത്. എന്റെ ശരീരം മുഴുവൻ ഇടിച്ചു പിഴിയുന്നത് പോലെ വേദനിക്കുന്നു. എന്റെ വേദനയെല്ലാം പെട്ടെന്ന് പോകും. അപ്പോഴാകട്ടെ നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ചെമ്പന് സന്തോഷമായി. അവൻ അവളുടെ കഴുവിലുകളിലും അതരങ്ങളിലും അമർത്തി ചുംബിച്ചുകൊണ്ട് ചോദിച്ചു, നിന്റെ കൂട്ടുകാരിയെ പിടിച്ചുകൊണ്ടുപോയത് പോലീസുകാർ തന്നെയാണോ, അതോ ഫോറസ്റ്റ് ഗാർഡുകളോ? പോലീസുകാരാണ്. ഗരുഡമലയിലേക്ക് പോകുന്ന വഴി കാണിച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചു. എന്നിട്ട് എനിക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞ് ഞാൻ ഓടിക്കളഞ്ഞു. അപ്പോഴാണ് അവർ എന്റെ കൂട്ടുകാരിയെ കടന്നു പിടിച്ചു കൊണ്ടുപോയത്. അവൾക്ക് ഗരുഡമലയിലേക്കുള്ള വഴി അറിയാമോ? അറിയാം. ഏ? ചെമ്പൻ നടുങ്ങുന്നത് അവൾ വ്യക്തമായി കണ്ടു. എന്റെ കൂട്ടുകാരിയെ രക്ഷിക്കാമോ? സൂസൻ അവന്റെ കയ്യിൽ കടന്നു പിടിച്ചുകൊണ്ട് ചോദിച്ചു. നോക്കട്ടെ, അങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞു മാറരുത്. അവൾ പാവമാ. നീ ഭയപ്പെടണ്ട. ആ പോലീസുകാരെ ഞാൻ ജീവനോടെ കാട്ടിൽ നിന്ന് പറഞ്ഞു വിടുകയില്ല. എങ്കിൽ ഇപ്പോൾ തന്നെ പോകൂ. അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. നിന്റെ സമാധാനത്തിന് വേണ്ടി അവളെ രക്ഷപ്പെടുത്തി ഞാൻ ഇവിടെ കൊണ്ടുവരാം. എന്റെ സമാധാനം മാത്രമല്ല, അവളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷിക്കാതിരിക്കാൻ കഴിയില്ല. അത്ര സുന്ദരിയാണോ? ഉം ഇത്തിരി കൂടി സന്ധ്യയാകട്ടെ. അപ്പോഴേക്കും ആ കാട്ടാളന്മാർ അവളെ പിച്ചി ചീന്തി എറിയും. സൂസന്റെ സമാധാനത്തിനായി അവളെ അന്വേഷിച്ച് പുറപ്പെടുകയാണെന്ന് പറഞ്ഞ് ചെമ്പൻ ക്യാബിനിൽ നിന്നും ഇറങ്ങിപ്പോയി. അപകടത്തിന്റെ സാധ്യതയെപ്പറ്റി അവൻ ഒറ്റക്കണ്ണനുമായി ഒന്നുകൂടി ചർച്ച ചെയ്തു. സൂര്യൻ ഇരിഞ്ഞടങ്ങാൻ തുടങ്ങിയപ്പോൾ ലിൻസിയെ നാമമാത്രമായ വസ്ത്രങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് അവൾക്ക് പ്രത്യേകമായ നിർദ്ദേശങ്ങൾ നൽകി ഗരുഡൻ മലയിൽ നിന്നും താഴേക്കിറങ്ങി. അവൾ പുറപ്പെട്ട വിവരം വളരെ രഹസ്യമായി ഡോക്ടർ അക്വിലി ഡിറ്റക്റ്റീവ് സൂസന് ധരിപ്പിച്ചു. സാരിത്തുമ്പിൽ നാണയത്തൊട്ടുപോലെ കെട്ടിയിട്ടിരുന്ന ശക്തിയേറിയ മൈക്രോവേവ് വയർലെസ് യന്ത്രത്തിന്റെ ബട്ടണിൽ വിരലമർത്തി കാട്ടിൽ കാത്തു നിൽക്കുന്ന ജയപ്രകാശിന് സിഗ്നൽ നൽകി. പമ്പയുടെ മണൽത്തിട്ടയായ മാരാമണ്ണിൽ വെച്ചുണ്ടായ ബോംബ് സ്ഫോടനം പോലെ ഉണ്ടാകുമെന്ന് ജയപ്രകാശിനെ മനസ്സിലാക്കാനായി തുടർന്ന് 2 പ്രാവശ്യം ബട്ടണിൽ വിരലമർത്തി. അതോടെ ജയപ്രകാശ് കൂടുതൽ ജാഗരൂകനായി നിന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡിറ്റക്റ്റീവ് സൂസൻ പറഞ്ഞുകൊടുത്ത സ്ഥലത്ത് സുന്ദരിയായ ഒരു യുവതി എത്തി. ഇരുൾപോണു തുടങ്ങിയ വനപ്രദേശത്ത് തുറസായ ഒരു സ്ഥലത്ത് ഉയരമേറിയ പാറക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. അവൾ പാറപ്പുറത്ത് കയറി 4 വശത്തേക്ക് നോക്കി. സൂസൻ പറഞ്ഞുകൊടുത്ത പെൺകുട്ടിയുടെ പേര് ഉറക്കെ വിളിക്കാൻ തുടങ്ങി. മിനി, എടി മിനിക്കുട്ടി. അവളുടെ ശബ്ദം കാടിനുള്ളിൽ വലയം പ്രാപിച്ചു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞ് അവൾ വീണ്ടും ശബ്ദം ഉയർത്തി വിളിച്ചു. ലിൻസിയുടെ അടുത്തേക്ക് പോലീസുകാർ എത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് കുറച്ചകലെയുള്ള വൃക്ഷത്തിന് മുകളിൽ കാത്തിരിക്കുകയായിരുന്ന ചെമ്പൻ വയർലെസ്സിൽ കൂടി ഒറ്റക്കണ്ണന് മെസ്സേജ് നൽകി. ബോസ്, പോലീസുകാർ ഗരുഡമലയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. റോന്തു ചുറ്റുന്നവർ കൂടുതൽ ജാഗരൂകരായിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുക. ചെമ്പൻ വൃക്ഷത്തിൽ നിന്നും ഇറങ്ങി. അവൻ വേഗം നടന്ന് ലിൻസിയുടെ അടുത്തെത്തി. ഠേ! പെട്ടെന്ന് ചെമ്പന്റെ കാലിൽ ഒരു വെളിയുണ്ട തുളച്ചു കയറി. അപ്രതീക്ഷിതമായി കാലിൽ വെടിയേറ്റ ചെമ്പൻ ഞെട്ടിത്തെറിച്ചുപോയി. പ്രത്യാക്രമണത്തിനായ അവൻ പിന്നോട്ട് തിരിഞ്ഞപ്പോഴേക്കും അടുത്ത വെടിയുണ്ടയും പാഞ്ഞെത്തി. 2 കാലുകളും തകർന്ന ചെമ്പൻ പാറപ്പുറത്ത് കമിഴ്ന്നു വീണു. എന്നിട്ടും തോറ്റുകൊടുക്കാൻ ചെമ്പൻ തയ്യാറായിരുന്നില്ല. അവൻ യന്ത്രത്തോക്ക് വെടിപൊട്ടിയ സ്ഥാനത്തേക്ക് തിരിച്ചു പിടിച്ചു. അപ്പോൾ പാറക്കെട്ടിനിടയിൽ നിന്ന് ഒരു ശബ്ദം മുഴങ്ങി. തോക്ക് താഴെയിടുക, അല്ലെങ്കിൽ അടുത്ത വെടിയുണ്ട നിന്റെ തലച്ചോറ് തകർത്ത് കളയും. ചെമ്പൻ 4 വശത്തേക്ക് നോക്കി. ആരെയും കാണാൻ കഴിഞ്ഞില്ല. അവൻ മുട്ടിന്മേലിഴഞ്ഞ് പാറക്കെട്ടിന് മുകളിലെത്തി. അപ്പോഴാണ് കിട്ടിയ അവസരം പാഴാക്കാതെ ലിൻസി ഓടി രക്ഷപ്പെടുന്നത് അവൻ കണ്ടത്. ചെമ്പൻ പോക്കറ്റിൽ നിന്നും റിമോട്ട് കൺട്രോൾ എടുത്ത് ബട്ടണിൽ അമർത്തി. അവൾ പൂക്കുറ്റി പോലെ പൊട്ടിച്ചിതറി. സ്ഫോടനത്തിന്റെ അലകൾ അടങ്ങിയപ്പോൾ ചെമ്പൻ വീണ്ടും ഭീഷണിയുടെ സ്വരം കേട്ടു. കീഴടങ്ങുക! ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഉടൻ കീഴടങ്ങുന്നവനായിരുന്നില്ല ചെമ്പൻ. അവൻ 4 വശത്തേക്കും വെടിയുണ്ടകൾ വർഷിക്കാൻ തുടങ്ങി. വെടിവെപ്പ് നിർത്തിയിട്ട് ഏതാനും നിമിഷങ്ങൾ കാതോർത്ത് കിടന്നു. അപ്പോൾ അവന്റെ സമനിലയെ വീണ്ടും ചോദ്യം ചെയ്തുകൊണ്ട് ഒരു വെടിയുണ്ട ശരീരത്തിൽ സ്പർശിച്ചുകൊണ്ട് കടന്നുപോയി. ചെമ്പൻ വീണ്ടും 4 വശത്തേക്കും വെടിയുണ്ട ഉതിർത്തു. അധിക നേരം പിടിച്ചു നിൽക്കാൻ അവന് കഴിഞ്ഞില്ല. വെടിയേറ്റ ഭാഗത്തു നിന്നും ധാരാളം രക്തം പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനാൽ ശരീരത്തിന് തളർച്ച അനുഭവപ്പെടാൻ തുടങ്ങി. കൈകളുടെ ശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. യന്ത്രത്തോക്ക് വഴുതി പാറപ്പുറത്ത് വീണു. താൻ ഏത് നിമിഷവും പ്രതിയോഗിയുടെ വലയിൽ വീഴുമെന്ന് ഓർത്തപ്പോൾ
നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ശക്തി സംഭരിച്ച് ഒരു റൗണ്ട് കൂടി വെടിവെക്കാൻ ശ്രമിച്ചു. റൗണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. യന്ത്രത്തോക്ക് കയ്യിൽ നിന്നും തെറിച്ചുപോയി. താൻ അബോധാവസ്ഥയിലേക്ക് വഴുതി വീഴാൻ പോവുകയാണെന്ന് ചെമ്പന് മനസ്സിലായി. ഇനി ഒരു നിമിഷം പോലും വൈകിക്കൂടെന്ന് അവൻ തീരുമാനിച്ചു. നാവിനടിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മാരക വിഷമടങ്ങിയ ക്യാപ്സൂൾ കടിച്ചു പൊട്ടിച്ചു. ഏതാനും സെക്കൻഡുകൾ. ചെമ്പന്റെ തല ഒരു വശത്തേക്ക് ചരിഞ്ഞു. ക്രൂരതയുടെ പര്യായമായിരുന്ന അവന്റെ കണ്ണുകൾ നിശ്ചലമായി. കുറെ നേരത്തേക്ക് ജയപ്രകാശ് ചലിച്ചില്ല. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് അദ്ദേഹം നിന്നു. നിശ്ചലമായി കിടക്കുന്ന മനുഷ്യന്റെ അടുത്തേക്ക് ആരും വരുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ ജയപ്രകാശ് സാവധാനം നടന്ന് അവന്റെ അടുത്തെത്തി. വെടിയേറ്റ് മയങ്ങിക്കിടക്കുകയാണെന്ന് വിചാരിച്ച് അവനെ സ്പർശിച്ചു. പെട്ടെന്ന് അദ്ദേഹം കൈ പിൻവലിച്ചു. ചെമ്പന്റെ ശരീരത്തിലേക്ക് തണുപ്പിന്റെ ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഹോട്ടലിൽ വെച്ച് വെടിയേറ്റ ആക്രമികൾ മാരക വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത സംഭവം അദ്ദേഹം ഓർമ്മിച്ചു. രക്ഷപ്പെടാൻ പഴുതുകളില്ലെന്ന് കണ്ടാൽ ജീവൻ ഒടുക്കുകയാണ് ഇവരുടെ തന്ത്രമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇനി എന്ത് ചെയ്യണമെന്നോർത്ത് ജയപ്രകാശ് കുറെ സമയമിരുന്നു. സൂസന് സിഗ്നൽ നൽകാനോ മെസ്സേജ് അയക്കാനോ യാതൊരു നിർവാഹവും ഉണ്ടായിരുന്നില്ല. ചെമ്പന്റെ പക്കലുണ്ടായിരുന്ന യന്ത്രത്തോക്കും വയർലെസ് സെറ്റും എടുത്തുകൊണ്ട് അദ്ദേഹം മുമ്പോട്ട് നടന്നു. കുറച്ചകലെ കാത്തു നിൽക്കുകയായിരുന്ന കൊമ്പനാനയെ വിളിച്ചു. മണിയാ, എടാ മണിയാ. കൊമ്പൻ ജയപ്രകാശിന്റെ അടുത്തെത്തി. അദ്ദേഹം അവന്റെ പുറത്ത് കയറിയിരുന്നു. ആനയെ മുമ്പോട്ട് നയിച്ചു. ഗർഡൻ മലയിൽ നിന്നും 4 ഫർലോങ് അകലെ എത്തിയപ്പോൾ ജയപ്രകാശ് ആനപ്പുറത്തു നിന്നും ഇറങ്ങി വളരെ ഉയരമുള്ള ഒരു വൃക്ഷത്തിൽ കയറി. ബൈനോക്കുലേഴ്സ് എടുത്ത് ഗർഡൻ മലയിലേക്ക് നോക്കി. മലയിലൂടെ തലങ്ങും വിലങ്ങും കറുത്ത രൂപങ്ങൾ സഞ്ചരിക്കുന്നത് അദ്ദേഹം കണ്ടു. ചെമ്പൻ നൽകിയ നിർദ്ദേശപ്രകാരം പോലീസുകാരെ നേരിടാനായി തയ്യാറെടുത്തുകൊണ്ട് റോന്തു ചുറ്റുന്ന പടയാളികളായിരുന്നു അവർ. രാത്രി 2 മണിവരെ പോലീസുകാരുടെ ആക്രമണം ഉണ്ടാകാതിരുന്നപ്പോൾ പടയാളികളിൽ ഒരാൾ ഒറ്റക്കണ്ണന്റെ കൂട്ടത്തിലെത്തി. ബോസ്, വിനയ ശബ്ദത്തിൽ അവൻ വിളിച്ചു. എന്താ, പോലീസുകാർ എത്തിയില്ലേ? ഇല്ല, ഒരുപക്ഷെ അവർ മലയ്ക്ക് ചുറ്റും പതിയിരിക്കുകയായിരിക്കും. ഫയർ ആക്ഷൻ നടത്തൂ. ആജ്ഞ കിട്ടിയ ഉടൻ അവൻ ഹെലികോപ്റ്ററിൽ നിറയ്ക്കാനുള്ള ഏവിയേഷൻ സ്പിരിറ്റ് മലയ്ക്ക് ചുറ്റും സ്പ്രേ ചെയ്ത് തീ കൊളുത്തി. നിമിഷങ്ങൾ കൊണ്ട് അഗ്നിജ്വാലകൾ ആകാശത്തേക്ക് ഉയർന്നു. ആളിക്കത്തുന്ന തീനാളം ജയപ്രകാശിന് വലിയ അനുഗ്രഹമായിരുന്നു. ഗരുഡൻ മലയും പരിസരവും വ്യക്തമായി കാണാൻ ജയപ്രകാശിന് കഴിഞ്ഞു. മലയുടെ കിഴക്ക് ഭാഗത്തായി തെക്കേ അറ്റത്ത് ഒരാൾക്ക് മാത്രം കടന്നു പോകാൻ കഴിയുന്ന ഒരു വാതിൽ അടഞ്ഞു കിടക്കുന്നത് കണ്ടു. ഒറ്റ നോട്ടത്തിൽ വാതിലുണ്ടെന്ന് മനസ്സിലാക്കാതിരിക്കാനായി വാതിലിന് മുന്നിൽ കുറ്റിച്ചെടികൾ തഴച്ച് വളർത്തിയിരിക്കുന്നു. പെട്ടെന്ന് വാതിൽ തുറന്ന് ഒരാൾ അകത്തേക്ക് കയറി. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ റോന്തു ചുറ്റിക്കൊണ്ടിരിക്കുന്നവരിൽ 4 പേർ കൂടി അകത്തേക്ക് കയറി. ഇപ്പോൾ വാതിലിന് മുന്നിൽ ഒരാൾ മാത്രം. യന്ത്രത്തോക്ക് താഴെ വെച്ചിട്ട് അയാൾ പാറപ്പുറത്തിരുന്നു. അകത്തു നിന്നും ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. അയാളുടെ കയ്യിൽ മദ്യക്കുപ്പി ഉണ്ടായിരുന്നു. പിന്നാലെ ഒരു യുവതി പുറത്തിറങ്ങി. വാതിലടഞ്ഞു. യുവതി അവർക്ക് സമീപമിരുന്നു. മദ്യക്കുപ്പി തുറക്കുന്നതും അവർ 3 പേരും മദ്യപിക്കുന്നതും ജയപ്രകാശ് കണ്ടു. അപ്പോഴേക്കും തീജ്വാലകൾ അണഞ്ഞു തുടങ്ങി. പുരുഷന്മാരോടൊപ്പം മദ്യപിക്കുന്നത് സൂസൻ ആയിരിക്കുമോ എന്നറിയാനായി ജയപ്രകാശ് വളരെ സൂക്ഷിച്ചു നോക്കിയെങ്കിലും വെളിച്ചം നഷ്ടപ്പെട്ടതിനാൽ ഒന്നും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ബൈനോക്കുലേഴ്സ് കണ്ണിൽ നിന്ന് മാറ്റിയിട്ട് അദ്ദേഹം മൈക്രോവേവ് വയർലെസിന്റെ ബട്ടണിൽ വിരൽ അമർത്തിയിട്ട് കാത്തിരുന്നു. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ സിഗ്നൽ ലഭിച്ചു. ബീപ് 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 എന്നുള്ള ശബ്ദത്തിന്റെ ടെലിഗ്രാഫ് ഫോർമുല 2-3 മിനിറ്റ് നേരത്തോളം ലഭിച്ചുകൊണ്ടിരുന്നു. സിഗ്നൽ കോഡുകൾ ജയപ്രകാശ് കുറിച്ചെടുത്തു. എന്നിട്ട് ഇലക്ട്രോണിക് വാച്ചിന്റെ ഡയൽ കാണാനുള്ള വെളിച്ചത്തിൽ കോഡുകൾ പരിഭാഷപ്പെടുത്തി. സ്ത്രീ ശരീരത്തിൽ നടത്തുന്ന പരീക്ഷണങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ധാരാളം യുവതികൾ ഇതിനുള്ളിലുണ്ട്. ഒരു ഡോക്ടറെ ഞാൻ വശത്താക്കി കഴിഞ്ഞു. കാത്തിരിക്കൂ. ഇതായിരുന്നു മെസ്സേജ്. ജയപ്രകാശിന് സന്തോഷമായി. അദ്ദേഹം താഴെ ഇറങ്ങി മണിയന്റെ അടുത്തേക്ക് പോയി. ആനപ്പുറത്ത് കയറി കുറെ കൂടി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി നിന്നു. ഡിറ്റക്റ്റീവ് സൂസൻ മെസ്സേജ് നൽകിയിട്ട് ഡോക്ടർ അക്വിലയുടെ മുറിയിൽ നിന്ന് പുറത്തു കടന്നു. കൺട്രോൾ റൂം പരിശോധിക്കുകയാണ് അവളുടെ ലക്ഷ്യം. കൺട്രോൾ റൂമിന്റെ പ്രവർത്തനം തകരാറിലാക്കി കഴിഞ്ഞാൽ താൻ 50% വിജയിക്കുമെന്ന് അവൾ വിചാരിച്ചു. വളരെ സാവധാനം നടന്ന് കൺട്രോൾ റൂമിന്റെ വാതിൽക്കിലെത്തി. പെട്ടെന്ന് വാതിൽ മലക്കൽ തുറന്ന് ഒറ്റക്കണ്ണൻ അവളുടെ മുന്നിലെത്തി. നീ ഇവിടെ? എന്റെ കൂട്ടുകാരിയെ വിളിച്ചുകൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് എവിടെ? അവൾ ഇപ്പൊ വരും. നീ പോയി കിടക്കൂ. സൂസൻ മടങ്ങിപ്പോയി. അവൾ ഡോക്ടർ അക്വിലയുടെ അടുത്തെത്തി. എന്തു പറ്റി? അക്വിലി പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. അയാൾ ഉറങ്ങിയിട്ടില്ല. ഞാനൊരു ഐഡിയ പറയാം. നാളെ രാത്രിയിൽ ഒറ്റക്കണ്ണനോടൊപ്പം ഞാൻ കിടക്ക പങ്കുവെക്കാം. ആ സമയത്ത് നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളണം. ഓക്കെ. ജയപ്രകാശിന് അവൾ സിഗ്നൽ നൽകി. ഉറങ്ങാനായി സൂസൻ ഹാളിലേക്ക് പോകാൻ ഭാവിക്കുമ്പോൾ
ഒറ്റക്കണ്ണൻ മുറിയിലേക്ക് കയറി ചെന്നു. എന്താണ് ബോസ്? ഇവൾ മാത്രം എന്താണ് ഉറങ്ങാതിരിക്കുന്നത്? കൂട്ടുകാരി നഷ്ടപ്പെട്ടതിനാൽ ഇവൾക്ക് മാനസികമായ അസ്വസ്ഥതയുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ശരിയാകും. അവർ സംസാരിക്കുന്നത് കേൾക്കാൻ നിൽക്കാതെ സൂസൻ ഹാളിലേക്ക് പോയി. അപ്പോൾ ഒറ്റക്കണ്ണൻ പറഞ്ഞു, നാളെ അവളെ എന്റെ മുറിയിലേക്ക് അയക്കണം. എന്താ, എന്നോട് മടുപ്പ് തോന്നി തുടങ്ങിയോ? മടുപ്പ് കൊണ്ടല്ല, ഗർഭധാരണമാണ് ഉദ്ദേശം. കുറച്ച് ദിവസത്തേക്ക് അവൾക്ക് അതിന് കഴിയുകയില്ല. അതെന്താ? ഒരു സ്ത്രീക്ക് തന്റെ ശാരീരികമായ തയ്യാറെടുപ്പുകൾ ഓരോ മാസവും നടത്തേണ്ടതുണ്ട്. അവൾ തയ്യാറെടുപ്പിലാണ്. ഒറ്റക്കണ്ണന് കാര്യം മനസ്സിലായി. അയാൾ വീണ്ടും കൺട്രോൾ റൂമിൽ കയറി ചെമ്പനുമായി സമ്പർക്കം പുലർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. തന്റെ പക്കലിരിക്കുന്ന ചെമ്പന്റെ വയർലെസ് യന്ത്രം പലതവണ സിഗ്നൽ പുറപ്പെടുവിച്ചപ്പോൾ ജയപ്രകാശ് മറുപടി കൊടുക്കാൻ തയ്യാറായി. യെസ് ബോസ്, പതിഞ്ഞ ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു. നീ സുരക്ഷിതനാണോ? അതെ. പോലീസുകാരെ പറ്റി വിവരം വല്ലതുമുണ്ടോ? അവർ മടങ്ങിപ്പോയെന്ന് തോന്നുന്നു. ലിൻസി എവിടെ? അവൾ എന്നോടൊപ്പമുണ്ട്. വയർലെസ് അവളുടെ കൈ കൊടുക്കൂ. എന്തു ചെയ്യണമെന്നറിയാതെ ജയപ്രകാശ് വിഷമിച്ചു. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ ഒറ്റക്കണ്ണന്റെ ഗർജനമായിരുന്നു. നിന്നെയെല്ലാം ഞാൻ ഇഞ്ചിഞ്ചായി കൊന്നുകളയും. ഒരുത്തനെ രക്ഷപ്പെടുകയില്ല. വയർലെസ് സന്ദേശം നിലച്ചു. ചെമ്പൻ കൊല്ലപ്പെട്ട വിവരം ഗൂഢസംഘം സ്ഥിരീകരിച്ചിരിക്കുന്നുവെന്ന് ജയപ്രകാശ് ഊഹിച്ചു. ആകാശത്തേക്ക് പൊട്ടിത്തെറിച്ച യുവതിയുടെ പേര് ലിൻസി എന്നാണെന്നും അദ്ദേഹം മനസ്സിലാക്കി. ടിടിടി സൂസനിൽ നിന്ന് അന്ന് മെസ്സേജുകളൊന്നും ലഭിച്ചില്ല. പിറ്റേ ദിവസം അത്താഴം കഴിഞ്ഞയുടൻ ഡോക്ടർ അക്വിലി ഒറ്റക്കണ്ണന്റെ മുറിയിലേക്ക് പോയി. പരമാവധി സമയം ഒറ്റക്കണ്ണനോടൊപ്പം ചെലവഴിക്കണമെന്നുള്ള നിർദ്ദേശത്തോടെയാണ് അക്വിലിയെ ടിടിടി സൂസൻ അയച്ചത്. അക്വിലി ഒറ്റക്കണ്ണന്റെ മുറിയിൽ പ്രവേശിച്ച് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സൂസൻ കൺട്രോൾ റൂമിൽ കയറി. അതിനുള്ളിലെ സജ്ജീകരണങ്ങൾ കണ്ട് അവൾ നടുങ്ങിപ്പോയി. ലോകത്തിന്റെ ഏത് ഭാഗത്തേക്ക് സന്ദേശങ്ങൾ അയക്കാനും സ്വീകരിക്കാനും കഴിവുള്ള വയർലെസ് യന്ത്രങ്ങളും ഇലക്ട്രോണിക് സംവിധാനങ്ങളും അതിനുള്ളിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്നും അയക്കുന്ന സന്ദേശങ്ങൾ മറ്റൊരു വയർലെസ്സിൽ ലഭിക്കുമായിരുന്നില്ല. ഇഷ്ടപ്പെട്ട ഫ്രീക്വൻസിയിൽ സന്ദേശങ്ങൾ അയക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രത്യേകത. ടിടിടി സൂസൻ കൺട്രോൾ റൂമിലെ പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ തകരാറിലാക്കി. എന്നിട്ട് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ എയർ കണ്ടീഷണറുകളും ലൈറ്റുകളും മറ്റും പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ഊർജം പകർന്നുകൊണ്ടിരിക്കുന്ന ജനറേറ്റർ ഇരിക്കുന്ന സ്ഥലത്തെത്തി. അതിന്റെ പ്രവർത്തന രീതികളും സംവിധാനങ്ങളും കണ്ട് മനസ്സിലാക്കിയിട്ട് അക്വിലിയുടെ മുറിയിലെത്തി. അവിടെ കിടന്നുകൊണ്ടവൾ ആലോചിച്ചു. ഒരു യന്ത്രത്തോക്കുണ്ടായിരുന്നെങ്കിൽ ഈ നിമിഷം തന്നെ ഒറ്റക്കണ്ണനെ നിഷ്ക്രിയനാക്കാൻ കഴിയുമായിരുന്നുവെന്ന് അവൾ ആശിച്ചു. ഇതുപോലെ ഒരു അവസരം ഒരുപക്ഷെ ഇനിയും ലഭിച്ചു എന്ന് വരില്ല. ഇപ്പോൾ ഒറ്റക്കണ്ണൻ ഭരണകാര്യങ്ങൾ മറന്നുകൊണ്ട് ഡോക്ടർ അക്വിലിയോടൊപ്പം മതിച്ച് രസിക്കുകയാണ്. കാവൽക്കാർ റോന്തു ചുറ്റിയിട്ട് എവിടെയെങ്കിലും ഇരുന്ന് വിശ്രമിക്കുകയായിരിക്കും. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട യുവതികളോടൊപ്പം ശരീരം പങ്കുവെക്കുകയായിരിക്കും. ജയപ്രകാശുമായി ബന്ധം സ്ഥാപിക്കാനായി സൂസൻ വയർലെസ് പ്രവർത്തിപ്പിച്ചു. താങ്കൾ എവിടെയാണ്? സൂസൻ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. ഞാൻ കാട്ടിൽ തന്നെയുണ്ട്. മണിയൻ എവിടെ? അവന്റെ പുറത്ത് വെറുതെ കിടക്കുകയാണ് ഞാൻ. ഗരുഡൻ മലയിൽ നിന്നും എത്ര ദൂരെയാണ് താങ്കൾ? 1 കിലോമീറ്റർ ദൂരെയാണ്. നാളെ രാത്രിയിൽ ഗരുഡമലയ്ക്ക് സമീപം എത്തണം. കാവൽ നിൽക്കുന്നവരെ തകർക്കണം. ഓക്കെ. എല്ലാ കാര്യങ്ങളും നാളെ രാത്രിയിൽ പൂർത്തിയാക്കണം. വാർത്താവിനിമയ സൗകര്യങ്ങൾ ഞാൻ തകർത്തു കഴിഞ്ഞു. ഇതിനുള്ളിൽ കഴിയുന്ന നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. SP വിവരം അറിയിക്കട്ടെ. ഇവർക്ക് സംശയമുണ്ടാകാത്ത രീതിയിൽ സായുധരായ ഒരു സംഘം മലയ്ക്ക് ചുറ്റും നിലയുറപ്പിക്കുമെങ്കിൽ ആരും രക്ഷപ്പെടാതെ ഇരിക്കും. വയർലെസ് സന്ദേശം നിലച്ചു. ജയപ്രകാശിന് വലിയ സന്തോഷമായി. ഉടൻ തന്നെ അദ്ദേഹം പോലീസ് സൂപ്രണ്ട് സോമശേഖരന് വയർലെസ്സിലൂടെ നിർദ്ദേശങ്ങൾ നൽകി. സമർത്ഥരായ 25 സായുധ പോലീസിനെ ഫോറസ്റ്റ് ഓഫീസിൽ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഉടൻ തന്നെ പോലീസ് സൂപ്രണ്ട് ചെയ്തു. രാത്രി 12 മണിയായപ്പോൾ ഡോക്ടർ അക്വിലിയോട് പോയി കിടന്നുകൊള്ളുവാൻ ഒറ്റക്കണ്ണം പറഞ്ഞു. അയാൾ വളരെ ക്ഷീണിതനായി കഴിഞ്ഞിരുന്നു. എന്നിട്ടും അക്വിലി തന്റെ മുറിയിലേക്ക് മടങ്ങിപ്പോകാൻ തയ്യാറായില്ല. കടിഞ്ഞാൻ അഴിച്ചു മാറ്റപ്പെട്ട കുതിരയെ പോലെ വീണ്ടും മുമ്പോട്ട് കുതിക്കാനുള്ള വെമ്പലോടെ അവൾ ഒറ്റക്കണ്ണനെ കിട്ടി വരഞ്ഞു. ഇനി എനിക്ക് വയ്യ, നീ പോയി കിടക്കൂ. ഇത്ര വേഗം ക്ഷീണിച്ചോ? പരിഭവത്തോടെ അക്വിലി ചോദിച്ചു. ഇപ്പോ സമയം എത്രയായി എന്നറിയാമോ? അതിനെന്താ, ഇനിയുടെ സംതൃപ്തിയാണ് ഒരു പുരുഷന്റെ ലക്ഷ്യം. എനിക്കിന്ന് പറയാനാവാത്ത ഒരു പിരിമുറുക്കം തോന്നുന്നു. സാരമില്ല, നാളെ ആവട്ടെ. ഇപ്പോഴായാലെന്താ, താങ്കൾക്ക് ഉത്തേജനം നൽകാനുള്ള മരുന്ന് ഞാൻ കുത്തിവെക്കാം. പക്ഷേ ഇനി നേരമില്ല. 12 കഴിഞ്ഞാണ് മെസ്സേജുകൾ എത്തുന്നത്. ഇന്ന് ചില പ്രധാന മെസ്സേജുകൾ എത്തും. അക്വിലി എഴുന്നേറ്റ് തന്റെ മുറിയിലേക്ക് പോയി. ഒറ്റക്കണ്ണൻ കൺട്രോൾ റൂമിലെത്തി. മെസ്സേജ് എത്താതിരുന്നപ്പോൾ അടിയന്തരമായ ഒരു മെസ്സേജ് അയക്കാനായി അയാൾ
വയർലെസ്സിൽ ബട്ടണുകൾ തിരിക്കുകയും അമർത്തുകയും ചെയ്തു. ഏ എന്തു പറ്റി? അയാൾ സ്വയം ചോദിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കാൻ ശ്രമിച്ചു നോക്കി. അപ്പോഴാണ് കൺട്രോൾ റൂമിലെ ഒരു സിഗ്നൽ പോലും പ്രവർത്തിക്കുന്നില്ലെന്ന് മനസ്സിലായത്. ടെക്നീഷ്യനെ പെട്ടെന്ന് വിളിച്ചു വരുത്തി. ടെക്നീഷ്യൻ കുറെ നേരം യന്ത്ര സാമഗ്രികൾ പരിശോധിച്ച് നോക്കിയിട്ട് കൈമലർത്തി. ഇത് മേജർ മിസ്റ്റേക്ക് ആണ് ബോസ്. ടെക്നീഷ്യൻ വിധി എഴുതി. ഇതെങ്ങനെ സംഭവിച്ചു? ഒറ്റക്കണ്ണൻ സമനില തെറ്റിയവനെ പോലെ ഉറക്കെ ചോദിച്ചു. മുറിഞ്ഞ വയറുകളും ഉരുകിയ മർമ്മപ്രധാനമായ സ്പെയർ പാർട്സുകളും ടെക്നീഷ്യൻ കാണിച്ചുകൊണ്ട് പറഞ്ഞു. ആരോ കേടുവരുത്തിയതാണ്. എന്ത്? അതെ ബോസ്. ഈ സാധനങ്ങൾ ഒരിക്കലും ഉരുകാനുള്ള സാധ്യതകളില്ല. 24 മണിക്കൂർ തുടർച്ചയായി പ്രവർത്തിച്ചാലും കേട് സംഭവിക്കാനുള്ള സാധ്യത ഇതിനില്ല. ഇത് ആരാണ് കേടുവരുത്തിയത്? അയാൾ പൊട്ടിത്തെറിച്ചു. ഇതിനുള്ളിൽ ആരോ ഉണ്ട്. വയർലെസ്സുകളെ പറ്റി ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവരാണ് കേടുവരുത്തിയിരിക്കുന്നത്. ഇത്രയും ഉപകരണങ്ങൾ എടുത്തു മാറ്റിയിട്ട് പുതിയവ സ്ഥാപിക്കേണ്ടി വരും. അതുകൂടി കേട്ടപ്പോൾ ഒറ്റക്കണ്ണന്റെ സർവ്വ നിയന്ത്രണങ്ങളും വിട്ടുപോയി. ഈ കുറ്റകൃത്യം ചെയ്തത് ആരായാലും രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കുകയില്ല. എല്ലാ പ്രവർത്തനങ്ങളും നശിപ്പിച്ചിരിക്കുന്നു. എല്ലാവരോടും ഹാളിലേക്ക് വരാൻ പറയൂ. അതിനു മുമ്പ് ഒരു കാര്യം കൂടി ചിന്തിക്കണം. എന്താണ്? നമ്മുടെ വാർത്താവിനിമയം നശിപ്പിച്ചയാൾക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് മെസ്സേജ് അയക്കാനുണ്ടായിരിക്കും. ശരീരത്തിനുള്ളിൽ ഘടിപ്പിക്കുന്ന വയർലെസ്സുകൾ വരെ ഇപ്പോൾ പ്രചാരത്തിലുണ്ട്. എല്ലാവരെയും മെറ്റൽ ഡിറ്റക്ടറുടെ മുമ്പിൽ നിർത്തി പരിശോധിക്കണം. മെറ്റൽ ഡിറ്റക്ടറും താറുമാറായില്ലേ? ശരിയാണ് ബോസ്. കുറ്റവാളിയുടെ ലക്ഷ്യം വളരെ ബുദ്ധിപരമായിട്ടാണ് നടത്തിയിരിക്കുന്നത്. എല്ലാവരെയും വിളിക്കൂ. ഒറ്റക്കണ്ണൻ ടെക്നീഷ്യന് നിർദ്ദേശം നൽകിയിട്ട് മതമിളകിയ ആനയെ പോലെ തന്റെ മുറിയിലേക്ക് പാഞ്ഞു കയറി. പിസ്റ്റളുകളും യന്ത്രത്തോക്കുകളും അയാൾ കയ്യിലെടുത്തുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കുതിച്ചു. ഉറങ്ങിക്കിടക്കുന്നവരും ഉറക്കം നടിച്ചു കിടക്കുന്നവരുമായ അന്തേവാസികൾ ഓപ്പറേഷൻ തിയേറ്ററിലെത്തി. പുറത്ത് കാവൽ നിന്നിരുന്ന 4 പേരും സങ്കേതത്തിലെത്താൻ നിർദ്ദേശം നൽകി. അവരും എത്തിച്ചേർന്നു. കാവൽക്കാരുടെ ആയുധങ്ങൾ ഒറ്റക്കണ്ണൻ വാങ്ങി. നിരായുധരായ അവർ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഓർത്ത് വിഷമിച്ചു. കാവൽക്കാരൻ ഒറ്റക്കണ്ണന്റെ ഉറ്റ മിത്രങ്ങളായിരുന്നു. അയാളിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് സംഭവിച്ചിരിക്കുന്നത്. ഓരോരുത്തരായി ഇങ്ങോട്ട് വരിക, ഒറ്റക്കണ്ണൻ അലറി. ഏറ്റവും മുന്നിൽ നിന്നിരുന്നത് ഡിറ്റക്റ്റീവ് സൂസൻ ആയിരുന്നു. അവൾ അയാളുടെ മുന്നിലെത്തി. അവളെ ചുഴന്നു നോക്കിയിട്ട് വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റാനായി അയാൾ നിർദ്ദേശിച്ചു. വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റാൻ വിഷമം തോന്നി അവൾ എല്ലാവരെയും നോക്കി. എന്താടി നോക്കുന്നത്? നിന്റെ തുണി അഴിക്കടി, അയാൾ അലറി. സൂസൻ പിന്നെ മടിച്ചു നിന്നില്ല. അവൾ വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചു മാറ്റി. പരിപൂർണ നഗ്നയായ അവളെ ഒറ്റക്കണ്ണനും ടെക്നീഷ്യനും ചേർന്ന് പരിശോധിക്കുവാൻ തുടങ്ങി. അവളുടെ ശരീരത്തിലെ ഓരോ ഇഞ്ചും മാംസത്തിലും അവർ പിടിച്ച് കശക്കി നോക്കി. സങ്കേതത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും ഒറ്റക്കണ്ണനും ടെക്നീഷ്യനും ചേർന്ന് പരിശോധിച്ചു നോക്കി. സംശയാസ്പദമായ രീതിയിൽ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒറ്റക്കണ്ണനും ടെക്നീഷ്യനും ചിന്താകുഴപ്പത്തിലായി. അവർ എല്ലാ സ്ഥലങ്ങളും പരിശോധിക്കാൻ തുടങ്ങി. എന്നിട്ടും ഒന്നും കണ്ടെത്താനായില്ല. ഓരോരുത്തരെയും ക്യാബിനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. കപ്പലിനുള്ളിൽ തന്നെ കള്ളൻ. കള്ളൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഒറ്റക്കണ്ണൻ നിരാശനായി. അയാൾ ക്യാബിനിൽ ഇരുന്ന് കുലങ്കുഷമായി ചിന്തിച്ചു. ഒരെത്തും പിടിയും കിട്ടിയില്ല. ഡോക്ടർ അക്വിലിയെ ഒറ്റക്കണ്ണൻ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. നിന്റെ അഭിപ്രായം എന്താണ്? പെൺകുട്ടികളിൽ ആരെങ്കിലും ചെയ്തതായിരിക്കുമോ? അയാൾ ചോദിച്ചു. ഒരിക്കലുമില്ല. ഒരു റേഡിയോ പോലും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയില്ലാത്ത പെൺകുട്ടികൾ എങ്ങനെയാണ് കൺട്രോൾ റൂമിനുള്ളിൽ കയറി എല്ലാം തകരാറിലാക്കുക? കഴിഞ്ഞ ദിവസം എത്തിയ പുതിയ യുവതി, അവക്ക് ഒന്നും അറിഞ്ഞുകൂടാ. അവൾ ഒഴികെയുള്ളവരെ നമ്മൾ കൊണ്ടുവന്നതാണ്. അവൾ പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന് അന്വേഷിക്കണം. എങ്ങനെ അന്വേഷിക്കും? പുറത്ത് പോലീസ് സംഘം തയ്യാറായി നിൽക്കുകയാണെങ്കിൽ? അക്വിലി പറഞ്ഞത് ശരിയാണെന്ന് ഒറ്റക്കണ്ണന് തോന്നി. ചെമ്പന്റെ പക്കലുണ്ടായിരുന്ന വയർലെസ് സെറ്റ് ഇപ്പോൾ മറ്റാരുടെയോ പക്കലാണ്. പെട്ടെന്ന് ഒറ്റക്കണ്ണൻ ഒരു ബുദ്ധി തോന്നി. രാത്രിയിൽ ഗരുഡമലയ്ക്ക് കാവൽ നിൽക്കുന്ന തന്റെ ഗാർഡുകളെ പോലീസുകാർ വിലക്കെടുത്തുകൊണ്ട് കൺട്രോൾ റൂം തകർത്തതായിരിക്കും. താൻ ആത്മമിത്രങ്ങളെന്ന് കരുതി ആരെങ്കിലും ഒരാൾ വൻതുക പ്രതീക്ഷിച്ചുകൊണ്ട് നെറുകേട് കാണിച്ചു കൊടുന്നില്ല. യേശുദേവനെ അരുമശിഷ്യനായ യൂദ ഒറ്റിക്കൊടുത്തില്ലേ? എയർ കണ്ടീഷന്റെ കുളിർമയേറ്റ് മുറിക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 4 കാവൽക്കാരുടെ അടുത്ത് ഒറ്റക്കണ്ണൻ പാഞ്ഞെത്തി. അവരെ അയാൾ തട്ടി ഉണർത്തി. ഉറക്കമുണർന്ന അവർ ഉറഞ്ഞു തുള്ളി നിൽക്കുന്ന ഒറ്റക്കണ്ണനെ കണ്ട് ഭയന്നു. എഴുന്നേൽക്കടാ കൊള്ള റാസ്കലുകളെ, ഒറ്റക്കണ്ണൻ അലറി. 4 പേരും പിടഞ്ഞെണീറ്റു. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് 4 പേർക്കും അറിയാം. ലോകം മുഴുവൻ കൊള്ളയും കൊള്ളിവെപ്പും നടത്തിയിട്ടുള്ള ഇമ്രാൻഖാനാണ് ഞാൻ. ഈ രാജ്യത്തെ ഭരണത്തലവന്മാരെ ഞാൻ കിടുകിടെ വിറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും എന്നെ പിടികൂടാനായി കോടിക്കണക്കിന് രൂപ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ മുഖംമൂടി എനിക്കൊരു പ്രശ്നമല്ല. ബോസ്,
എന്താണ് ഈ പറയുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കി തരാമടാ വിഡ്ഢികളെ. 4 പേരും ചേർന്ന് പോലീസുമായി നടത്തിയ കള്ളക്കച്ചവടം ഇമ്രാൻഖാൻ മണത്തറിഞ്ഞിരിക്കുന്നു. ഏ? കാവൽക്കാർ നടുങ്ങി. വാ! ഒറ്റക്കണ്ണൻ അവരെ മുഖമടച്ചാട്ടിയിട്ട് തുടർന്നു. ആരാണ് പോലീസുമായി ചേർന്ന് പ്രവർത്തിക്കാമെന്ന് ആദ്യം ഉറപ്പ് നൽകിയതെന്ന് പറയൂ. ബോസ്, ഞങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ന്യായീകരണങ്ങൾ ഒന്നും കേൾക്കണ്ട. പോലീസുമായി ആദ്യം സംസാരിച്ചത് ആരാണെന്ന് പറയൂ, അല്ലെങ്കിൽ 4 പേരെയും ഞാൻ പുകച്ചു കളയും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ന്യായീകരണം കേൾക്കണ്ട എന്ന് പറഞ്ഞില്ലടാ. നീയാണോ കരുക്കൾ നീക്കിയത്? അല്ല. പിന്നെ? മലയ്ക്ക് ചുറ്റും തീയിട്ട ശേഷം ഞങ്ങൾ വളരെ ശ്രദ്ധയോടെ ചുറ്റിക്കറങ്ങുകയായിരുന്നു. ആരും പറയുകയില്ല അല്ലേ? ഒറ്റക്കണ്ണൻ അടുത്ത മുറിയിൽ നിന്നും പുള്ളിപ്പുലിയെ അഴിച്ചുകൊണ്ടുവന്നു. പുള്ളിപ്പുലിയെ കണ്ടവിടെ 4 പേരും ആലില പോലെ വിറയ്ക്കാൻ തുടങ്ങി. എന്നിട്ടും അവർ കുറ്റമേറ്റു പറഞ്ഞില്ല. അത് ഒറ്റക്കണ്ണനെ കൂടുതൽ ചൊടിപ്പിച്ചു. അയാൾ പുള്ളിപ്പുലിയെ മുറിയിൽ വിട്ടതിനു ശേഷം കടന്നാക്രമണം നടത്താൻ നിർദ്ദേശം നൽകി. പുള്ളിപ്പുലി 4 പേരെയും കടിച്ചു കീറാൻ തുടങ്ങി. 4 പേർക്കും പരിക്കേറ്റയുടൻ അയാൾ പുള്ളിപ്പുലിയെ പിടിച്ചു മാറ്റിക്കൊണ്ട് ചോദ്യം ആവർത്തിച്ചു. അപ്പോഴും അവർ കുറ്റസമ്മതം നടത്തിയില്ല. പുള്ളിപ്പുലിയെ അവന്റെ മുറിയിൽ കയറ്റി. അതിനുശേഷം 4 കാവൽക്കാരെയും പുള്ളിപ്പുലിയുടെ മുറിയിൽ കയറ്റി. പുറത്തുനിന്നും ഒറ്റക്കണ്ണൻ കുറ്റിയിട്ടു. അവർ ഉറക്കെ നിലവിളിക്കുന്നതും കതക് തല്ലിപ്പൊളിക്കാൻ ശ്രമിക്കുന്നതും അയാൾ കേട്ടുകൊണ്ട് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ തന്റെ ക്യാബിനിൽ കയറി. അക്വിലിയെ വിളിച്ച് മദ്യമെടുപ്പിച്ചു. തലയ്ക്ക് മത്തു പിടിക്കുന്നത് വരെ കുടിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് രാത്രിയിലെ പാറാവ് നോക്കാൻ ആരുമില്ലല്ലോ എന്നോർത്തത്. അതിലുപരി കൺട്രോൾ റൂം തകരാറിലായിരിക്കുന്നതിനാൽ മെസ്സേജ് അയക്കാനും നിവൃത്തിയുണ്ടായിരുന്നില്ല. ഹെലികോപ്റ്റർ സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന സമയത്താണ് കൺട്രോൾ റൂമിന് തകരാറ് സംഭവിച്ചതെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഇപ്പോൾ ഗുഹയ്ക്കുള്ളിൽ ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്നു. ഇനി എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. അയാൾ കൺട്രോൾ റൂമിൽ കയറി മെസ്സേജ് അയക്കാൻ കഴിയുമോ എന്ന് ഒന്നുകൂടി പരിശോധിച്ചു നോക്കിയിട്ട് തന്റെ മുറിയിലെത്തി. എന്താണ് ബോസിന് ഇത്ര വിഷമം? കൺട്രോൾ റൂം തകരാറിലായെങ്കിൽ റിപ്പയർ ചെയ്തുകൂടെ? അഖിൽ ചോദിച്ചു. റിപ്പയർ ചെയ്യണമെങ്കിൽ ഹെലികോപ്റ്റർ എത്തണം. നമ്മുടെ ഹെലികോപ്റ്റർ ഉപയോഗിക്കാമല്ലോ. 50 കിലോമീറ്റർ കൂടുതൽ അവൻ ഒരേ സമയം പറക്കുകയില്ല. അപ്പോ വളരെ ദൂരെ നിന്നാണോ ഹെലികോപ്റ്റർ വരുന്നത്? അതെ, പുറംകടലിൽ നിന്നാണ് അവർ എത്തുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1000 കിലോമീറ്റർ ദൂരെയാണ് അവരുടെ കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നത്. നമ്മുടെ മെസ്സേജ് ലഭിക്കാതിരിക്കുമ്പോൾ അവർ അന്വേഷിച്ചു വരികയില്ലേ? സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ ഭാഗ്യം. അങ്ങനെ സംഭവിക്കണേ, വിശ്വസിച്ചുകൊണ്ട് അക്വിലി പറഞ്ഞു. അവളുടെ ആത്മാർത്ഥതയോട് ഒറ്റക്കണ്ണിന് മതിപ്പ് തോന്നി. റോസ്ലി നഷ്ടപ്പെട്ടെങ്കിലും അവൾക്ക് പകരമായി അക്വിലിയെ ലഭിച്ചതിൽ ഒറ്റക്കണ്ണന് ചാരിതാർത്ഥ്യമുണ്ടായി. ഞാൻ പോകട്ടെ? അക്വിലി എഴുന്നേറ്റു. നീ പോയി വിശ്രമിക്കോ. സന്ധ്യയ്ക്ക് ഓപ്പറേഷൻ ഉണ്ടല്ലോ. ഞാൻ കുറച്ചുകൂടി ആലോചിക്കട്ടെ. പാറാവ് നിൽക്കാൻ ആളില്ല. അക്വിലി തന്റെ മുറിയിലേക്ക് പോയി. ടിറ്റി സൂസനെ അവൾ രഹസ്യമായി വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു. അപ്പോൾ തന്നെ സൂസൻ ജയപ്രകാശിന് മെസ്സേജ് നൽകി. രാത്രിയിൽ ഏത് നിമിഷവും ഹെലികോപ്റ്റർ എത്തുമെന്നുള്ള സൂസന്റെ മെസ്സേജ് ലഭിച്ചയുടൻ ഡിറ്റക്റ്റീവ് ജയപ്രകാശ് പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊപ്പം ഗരുഡൻ മല വളഞ്ഞു. ഗരുഡൻ മലയ്ക്ക് കാവൽ നിൽക്കാൻ ആരുമില്ലെന്നുള്ള വാർത്ത അവരെ ആവേശഭരിതരാക്കി. സന്ധ്യയായപ്പോഴേക്കും ജയപ്രകാശും സംഘവും സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞിരുന്നു. മണിയൻ എന്ന കൊമ്പനാന ഏത് നിർദ്ദേശവും കേൾക്കാനായി കാതുകൾ കൂർപ്പിച്ചുകൊണ്ട് അവർക്ക് പിന്നിൽ നിലയുറപ്പിച്ചു. രാത്രി 10 മണി കഴിഞ്ഞപ്പോൾ അവർ പ്രതീക്ഷിച്ചതുപോലെ അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഹെലികോപ്റ്റർ ഗരുഡൻ മലയ്ക്ക് മുകളിൽ പറന്നെത്തി. 2 പേർ കോപ്റ്ററിൽ നിന്നും ഇറങ്ങി. അവർ ധൃതിയിൽ ഒറ്റക്കണ്ണന്റെ സങ്കേതം ലക്ഷ്യമാക്കി നടക്കുന്നത് കണ്ട് ജയപ്രകാശ് മലമുകളിലെ സുരക്ഷിതമായ സ്ഥാനത്ത് കമിഴ്ന്നു കിടന്നുകൊണ്ട് നിറയൊഴിച്ചു. 2 തവണ വെടിപൊട്ടി. ധൃതിയിൽ നടന്ന് നീങ്ങിക്കൊണ്ടിരുന്ന 2 പേരും താഴെ വീണു. അവർ ആയുധമെടുക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ജയപ്രകാശും സംഘവും അവരെ കീഴടക്കി. ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് അതിഥികളുടെ അടുത്തേക്ക് കുതിച്ച ഒറ്റക്കണ്ണനെയും ജയപ്രകാശ് വെടിവെച്ച് വീഴ്ത്തി. മിന്നൽ വേഗത്തിൽ ബന്ധനസ്ഥനാക്കി. 3 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവർക്ക് കാവൽ നിർത്തിയിട്ട് ജയപ്രകാശും 7 പോലീസുകാരും സങ്കേതത്തിലേക്ക് കുതിച്ചു. വാതിൽ തുറന്ന് അവർ അകത്തു കയറി. ഡിറ്റക്റ്റീവ് സൂസൻ സന്തോഷം കൊണ്ട് ഓടിച്ചെന്ന് ജയപ്രകാശിനെ കെട്ടിപ്പിടിച്ചു. നിമിഷ നേരം കൊണ്ട് ജീവനുള്ള എല്ലാവരെയും അവർ സങ്കേതത്തിന് പുറത്തു കൊണ്ടുവന്നു. ജയപ്രകാശ് എല്ലാവരെയും മലമുകളിലെത്തിച്ചു. ഒറ്റക്കണ്ണന്റെ മുഖംമൂടി വലിച്ചു മാറ്റിയിട്ട് അദ്ദേഹം സൂസനോട് ചോദിച്ചു, ഇവൻ ആരാണെന്നറിയാമോ? ഇല്ല. കുപ്രസിദ്ധ കള്ളക്കടത്തുകാരനായ യാക്കൂബ് ഇമ്രാൻഖാൻ. വേദന കൊണ്ട് പൊളയുന്ന അവനെ ജയപ്രകാശ് പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്തിനാടാ പാവപ്പെട്ട പെൺകുട്ടികളെ ഗർഭിണികളാക്കി മൃഗീയമായ പരീക്ഷണം നടത്തി
അത്ഭുത ശിശുക്കൾക്ക് ജന്മം നൽകാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തത്? കള്ളക്കടത്തും കൊള്ളയും നടത്താനുള്ള പുതിയ പദ്ധതിക്ക് വേണ്ടിയായിരുന്നു. സത്യം പറഞ്ഞാലും ഇല്ലെങ്കിലും രക്ഷപ്പെടാൻ കഴിയുകയില്ലെന്നുള്ള വിശ്വാസത്തോടെ ഇമ്രാൻഖാൻ പറഞ്ഞു. ജയപ്രകാശ് ചുറ്റും നിൽക്കുന്ന പെൺകുട്ടികളോട് പറഞ്ഞു, എല്ലാവരെയും ആശുപത്രിയിൽ എത്തിക്കാം. ഹെലികോപ്റ്ററിൽ 5 പേർ വീതം കയറൂ. ആദ്യം അഖിലയും അഞ്ജുവും കയറുക. അഖിലയെയും അഞ്ജുവിനെയും അവിടെ കണ്ടില്ല. അവരുടെ നിർജീവമായ ശരീരം അപ്പോൾ മരവിച്ചു തുടങ്ങിയിരുന്നു. എല്ലാവർക്കും നോവൽ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു പുതിയ നോവലുമായി നാളെ കാണാം. നന്ദി.